എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ് ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ ഇതുപോലെ ഇതേ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ബിയോണ്ട് നമ്പേഴ്സ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 400 ഗ്രാംസ് ബീഫ് എടുത്ത് അതിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ വേവിച്ച് അതിനുശേഷം വെള്ളം പറ്റിച്ച് പിന്നെ മിക്സിയിലിട്ട് അത് ഷ്രെഡ് ചെയ്തെടുത്ത ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. 3 പൊട്ടറ്റോ എടുത്ത് വേവിച്ച് സ്മാഷ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു ചെറുതായിട്ടൊരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതിൻ്റെ സൈഡ്സ് ഒന്നും ഇഷ്ടമില്ല ബ്രെഡിൻ്റെ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഞാൻ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും നഗറ്റ്സ് ഉണ്ടാക്കുമ്പോഴും ഇത് കുറച്ച് പൊടിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ 400 ഗ്രാം ബീഫിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഏകദേശം 3/4 കപ്പോളം ബ്രെഡ് ഞാൻ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സവാള, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം. സവാള പെട്ടെന്ന് തന്നെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ബീഫും പൊട്ടറ്റോയും ഉപ്പ് ചേർത്ത് വേവിച്ചതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോട്ട് ചെയ്തതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഈ മസാലയുടെ പച്ചക്കുത്ത് മാറുന്നതുവരെ വീണ്ടും സോട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മുടെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് സമയമെടുക്കുന്ന പരിപാടി. ഈ ബീഫിനെ ഈ മസാലയിലേക്ക് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കണം. സ്റ്റിർ ചെയ്ത് ബീഫ് ഒരു ചെറിയൊരു ക്രിസ്പി പാകമാകുമ്പോൾ ഏകദേശം ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ചേർക്കാനും നമ്മൾ മറക്കരുത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകൊണ്ടുള്ള യുദ്ധം ആരംഭിക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് ഏകദേശം ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ എത്തിക്കണം കേട്ടോ. അതിനുശേഷം പിന്നീട് നമുക്ക് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട്ലറ്റ് മോൾഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ കട്ട്ലറ്റ് മോൾഡ്സ് ഒന്നും ഇല്ല. സോ ഞാൻ കൈകൊണ്ട് തന്നെ പരത്തി ഏകദേശം ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 18 കട്ട്ലറ്റ്സോളം ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു എഗ് വൈറ്റ് എടുത്തിട്ട് അത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഈ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം തന്നെ ഫസ്റ്റ് എഗ് വൈറ്റിലും അതിനുശേഷം ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ കട്ട്ലറ്റ് പിന്നീട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കട്ട്ലറ്റ് സ്റ്റോർ ചെയ്യുന്ന വിധം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റോറേജ് ബോക്സ് എടുത്തിട്ട് അതിൽ താഴത്തൊരു ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം തന്നെ, അതായത് നമ്മുടെ എഗ് വൈറ്റിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത കട്ട്ലറ്റ്സ് എല്ലാം ഫസ്റ്റ് ലെയർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഞാൻ കട്ട്ലറ്റ്സ് ലെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4 എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ മറ്റ് കട്ട്ലറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഇത് പൊടിഞ്ഞൊന്നും പോവാതെ നമുക്ക് ഓരോ തവണയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഞാനത് നല്ലതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാറാട്ടോ പതിവ്. അപ്പോൾ അതേ എടുത്തു കഴിയുമ്പോൾ കട്ട്ലറ്റ്, ഇപ്പോൾ ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ എടുത്തതാണ്, എടുത്തു കഴിയുമ്പോൾ കട്ട്ലറ്റ് ഇങ്ങനെ നല്ല ഫ്രീസായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുത്ത് നമ്മൾ പുറത്ത് വെച്ച്
ഇതിന് തണുപ്പൊന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സമയം കുറച്ചെടുക്കും എന്നത് ഒഴിച്ചാൽ വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനോ പറ്റിയ ഒരു ഡിഷാണ് ബീഫ് കട്ട്ലറ്റ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.